Good afternoon, all. Good afternoon, ma'am. Afternoon, ma'am. ക്ലാസ്സൊക്കെ കേട്ട് ഉറക്കമൊക്കെ വന്നിരിക്കുകയാണ് എല്ലാരും. ഇല്ല മേഡം. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമ്മള് പുതിയൊരു ചാപ്റ്റർ ആണ് തുടങ്ങുന്നത് കേട്ടോ. എക്സാമിന്റെ കാര്യം ഓർമ്മയുണ്ട് എല്ലാവർക്കും? ഉണ്ട് മാഡം. ഓക്കെ, പഠിച്ചിട്ടുണ്ട് എല്ലാവരും? ചെറിയ ടെസ്റ്റ് പേപ്പർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് കുറച്ച് പുതിയൊരു ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം. ദെൻ നമുക്ക് ടെസ്റ്റ് പേപ്പർ നടത്താം. ഓക്കെ, എത്ര ക്വസ്റ്റ്യൻ ഉണ്ട് മേഡം? ഓക്കെ, അതൊരു 10 ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമുക്ക് ടൈം അനുസരിച്ച് ചെയ്യാം കേട്ടോ. ഈ ഒരു ഇത് കുറച്ച് ക്വസ്റ്റ്യൻ എടുക്കാനുണ്ട്, അതിനുശേഷം നമുക്ക് എക്സാം നടത്താം. ഓക്കെ, നമുക്ക് എങ്ങനെയെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ, അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് എടുക്കുന്ന പുതിയ ചാപ്റ്റർ ആണ് ചാപ്റ്റർ 8. എന്താണ് ഓപ്ഷൻ ഉണ്ടോ മേഡം? ഓപ്ഷൻ ഒന്നുമില്ല, ഓപ്ഷന്റെ കാര്യമില്ലല്ലോ, നമ്മൾ പഠിച്ച ചാപ്റ്റർ അല്ലേ. ഞാൻ ക്വസ്റ്റ്യൻ പറയാം, നിങ്ങൾ വേഗം വേഗം ആൻസർ എഴുതി പോകാം. ഓക്കെ, ഓപ്ഷൻ ഒന്നും വേണ്ട, അത്രയും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു ചാപ്റ്റർ ഇത് ഫുൾ ആയിട്ട് കവർ ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. എളുപ്പമാണ്, ഒരു കുഴപ്പമില്ല. മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞ ഒരു പ്രശ്നമില്ല. നമ്മൾ ഇനി ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നമുക്ക് ഇങ്ങനെ ടെസ്റ്റ് പേപ്പർ നടത്തിയാലോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അല്ലേ, നിങ്ങള് ഓരോ കഴിയുമ്പോഴും ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ടെസ്റ്റ് പേപ്പറുകൾ നടത്താം. നിങ്ങളിപ്പോ ആ ടെസ്റ്റ് പേപ്പർ നടത്തുമ്പോൾ ആ ഡേറ്റ് ഇടാം. അന്ന് എന്നാണോ നടക്കുന്നത് ഇന്നത്തെ ഡേറ്റ് ഇട്ട് എഴുതാം. നെക്സ്റ്റ് ടെസ്റ്റ് പേപ്പർ എന്നാണോ ആ ഡേറ്റ് ഇടാം. എന്നിട്ട് ഓരോ എക്സാം കഴിയുന്തോറും മാർക്ക് കൂടെയാണോ കുറയണോ എന്നൊക്കെ ചെക്ക് ചെയ്യണ്ടേ? എങ്ങനെയുണ്ട് പഠിപ്പെന്നൊക്കെ അറിയണ്ടേ നിങ്ങളുടെ? നമ്മളൊരു കോഴ്സ് ചെയ്യണല്ല, സ്വയം വിലയിരുത്തണ്ടേ? പഠിക്കുന്നുണ്ടാ, ഞാൻ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ ഒരു കോഴ്സ് എടുത്തിട്ട് എന്നൊക്കെ നമുക്ക് അറിയണ്ടേ? ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നമുക്ക് എക്സാം പോലെ നടത്താം കേട്ടോ. അപ്പൊ നമുക്ക് പുതിയ ചാപ്റ്റർ തുടങ്ങാം. ചാപ്റ്റർ 8, ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫ്ലോ ആൻഡ് ഫങ്ഷൻസ്. ഇതാണ് പുതിയൊരു ചാപ്റ്റർ. എളുപ്പമാണ്. നമ്മൾ ഹോസ്പിറ്റൽ വാർഡുകളൊക്കെ പോലെ തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. ഓക്കെ, നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്? ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവിടുത്തെ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് നമ്മള് അതായത് ഒരു പേഷ്യന്റ് നമ്മള് ഫ്രണ്ട് ഓഫീസിലാണ് ചോദിക്കുന്നത്. നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ പോയിട്ട് ചോദിക്കും. മായ എന്താണ് പറഞ്ഞത്? എല്ലാവർക്കും അറിയാം, നമ്മൾ റിസപ്ഷൻ ആണ്. നമ്മള് ഫസ്റ്റ് ഇപ്പോ ഒരു ഡോക്ടറിനെ കാണാൻ ചെല്ലുമ്പോ തന്നെ നേരെ ഓടിച്ചെന്ന് ഡോക്ടറിന്റെ റൂമിലേക്കാണോ പോകുന്നത്? അല്ലല്ലോ, നമ്മൾ റിസപ്ഷനിൽ പോയിട്ട് ചീട്ട് എടുക്കാറുണ്ടെങ്കിൽ ചീട്ട് എടുത്ത് എന്നിട്ടല്ലേ നമ്മൾ ഏത് ഡോക്ടറാണ്, ഇന്ന ഡോക്ടർ അവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യും? ടോക്കൺ നമ്പറും കാര്യങ്ങളൊക്കെ തന്നിട്ടാണ് നമ്മൾ ഡോക്ടേഴ്സിനെ കാണാനായിട്ട് ഡോക്ടറിന്റെ റൂമിലേക്ക് പോകുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ഒരു ഹോസ്പിറ്റലിലേക്ക് ഫസ്റ്റ്ലി ചെല്ലുമ്പോൾ തന്നെ കാണുന്നതാണ് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. നമ്മള് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഇനി വർക്ക് ഫ്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ ഒരു ജോലിയുടെ ഒഴുക്ക്, ആ ഒരു വർക്കിലുള്ള ഒഴുക്ക്, അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ നമുക്ക് നോക്കാം. കസ്റ്റമേഴ്സ് ആർ കിങ്സ് ആൻഡ് കിങ്സ് നെവർ അൺഅറ്റൻഡഡ്. എന്താണ് അതിന്റെ അർത്ഥം? ഒന്ന് വായിച്ചു നോക്കി. കസ്റ്റമേഴ്സ് ആർ കിങ്സ് ആൻഡ് കിങ്സ് എന്താണ്? ഒരു ഹോസ്പിറ്റലിൽ വരുന്ന ആൾക്കാര് അവിടുത്തെ രാജാക്കന്മാരെ പോലെയാണ്, പക്ഷെ ഒരിക്കലും രാജാക്കന്മാർ ഒരിക്കലും അറ്റൻഡ് ആവാൻ പാടില്ല. അതായത് നിങ്ങള് വേറെ ഒന്നും കുറെ ഒന്നും ചിന്തിക്കേണ്ട. ജസ്റ്റ് ആ ഒരു ടേമിന്റെ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ മീനിങ് എന്താണ്? കസ്റ്റമേഴ്സ് ആർ കിങ്സ് അല്ലെ. അതായത് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഉപഭോക്താക്കൾ എന്നുള്ളൊരു മീനിങ് അല്ലേ കസ്റ്റമർ. ഉപഭോക്താക്കൾ ആരാണ്? രാജാക്കന്മാരാണ്. ദെൻ കിങ്സ് നെവർ അൺഅറ്റൻഡഡ്, എന്നാൽ അവർ ഒരിക്കലും ശ്രദ്ധിക്കപ്പെടുന്നില്ല. അതാണ് ആ ഒരു കോട്ടിൽ പറയുന്നത്, ഉദ്ദേശിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒരു കോട്ട് പറഞ്ഞെന്നുള്ളൂ, അതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ല. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരാണ്, പക്ഷെ അവർ ഒരിക്കലും ശ്രദ്ധിക്കപ്പെടുന്നില്ല. ഒരു കോട്ടാണ് കേട്ടോ അത്. ഓക്കെ, നമ്മള് ചാപ്റ്റർ തുടങ്ങിയാണ്. ഓക്കെ, ഒരാളൊന്ന് വായിച്ച് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പാരഗ്രാഫ് വായിക്കൂ വേഗം. A medical receptionist is an inevitable part of a well-functioning healthcare team. Doctors, nurses, and other medical and administrative staff members depend upon the medical receptionist to create a friendly, welcoming, and a well-organized front office for patients and to facilitate the well-functioning of the hospital. Okay.
എല്ലാവരും വായിച്ചോ? ഫസ്റ്റ് പാരഗ്രാഫ് ഒരു ചെറിയ പാരഗ്രാഫാണ്, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞാണ്. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്താണെന്നുള്ളതിന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. ബിനോയ് വായിച്ചിട്ട് എന്താണ് ബിനോയ്ക്ക് മനസ്സിലായത്? അവിടെ എന്താണ് അവിടെ മെഡിക്കൽ റിസപ്ഷനെ പറ്റി പറയുന്നത്? മേഡം, അതായത് മെഡിക്കൽ റിസപ്ഷൻ എന്ന് പറയുമ്പം നമുക്ക് ഇപ്പൊ എന്ത് ഇൻഫർമേഷൻ ഇപ്പൊ നമുക്ക് എന്താണ് അറിയാനുള്ളത്, ഓൾഡ് ഇൻഫർമേഷൻ അതിനെക്കുറിച്ച് നമുക്ക് ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കും, ചിലപ്പോൾ അവർക്ക് അറിയായിരിക്കും. ഇപ്പൊ നമ്മൾ എന്ത് ചോദിച്ചാലും അവർ മറുപടി വരും. ഇപ്പൊ നമുക്ക് 28ാം വാർഡിലോട്ട് പോകണം, ഇപ്പൊ നമുക്ക് അറിയാതെ വാർഡാണെന്ന് അറിഞ്ഞൂടാ, പക്ഷെ അവരത് ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഏത് വാർഡാണ്, പേഷ്യന്റ് നെയിമൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ് പറയുന്നത്? നമ്മൾ പറഞ്ഞില്ലേ, നമ്മളൊരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഫസ്റ്റില് നമ്മൾ അവരെയാണ് മീറ്റ് ചെയ്യുന്നത്. അവരാണ് നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും പിന്നീടുള്ളതെല്ലാം ചെയ്തു തരുന്നത്, അല്ലെ? പിന്നെ എന്തൊക്കെയാണ്? ഡോക്ടേഴ്സ്, നഴ്സസ്, അത്ര മനസ്സിലായുള്ളൂ? അല്ലല്ല മേഡം, ഡോക്ടർ, നഴ്സസ് ആൻഡ് അതർ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സ് ഡിപ്പാർട്ട് ഓഫ് ദ മെഡിക്കൽ റിസപ്ഷൻ. ഒരു ഇതില് ഡോക്ടറും നഴ്സും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫും മെമ്പറും മെഡിക്കൽ റിസപ്ഷനിസ്റ്റും ഒരേപോലെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ വേറെ ഒരാൾക്ക് പറയാൻ പറ്റുമോ? എന്താണ് അവിടെ പറയുന്നത്? പറഞ്ഞോളൂ നിങ്ങൾ, കുഴപ്പമില്ല. നിങ്ങൾക്ക് മനസ്സിലായത് എന്താണോ, നിങ്ങളുടെ ഐഡിയയിൽ എന്തൊക്കെയാണ്, എന്താണ് തോന്നിയത്, അത് നിങ്ങൾ പറഞ്ഞോളൂ. ഒരു കുഴപ്പമില്ല, തെറ്റുണ്ടെങ്കിൽ തെറ്റിക്കോട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞു, നമ്മളുടെ എന്താണോ നമുക്ക് മനസ്സിലായത് അത് പറയാൻ ശ്രമിക്കണം നിങ്ങൾ, കേട്ടോ. ഒരിക്കലും നമ്മൾ അങ്ങനെ അയ്യോ ഇത്രയും പേരുടെ മുമ്പിൽ ഞാൻ പറഞ്ഞത് തെറ്റായിരിക്കും ഒരിക്കലും വിചാരിക്കരുത്. എല്ലാവരും ട്രൈ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പേരെടുത്ത് അങ്ങനെ വിളിക്കുമ്പോൾ അതും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ സ്വയം പറയാനായിട്ടൊക്കെ ശ്രമിക്കണം, കേട്ടോ. ഓക്കെ, ഇനി ഒരാളും കൂടി പറഞ്ഞേ, എന്താണ് അവിടെ മനസ്സിലായത്? മീനിങ് എന്താണ്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഹോസ്പിറ്റലിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭാഗമാണ്. അത് ഹെൽത്ത് കെയർ ടീമിന്റെ ഒരു ഭാഗം തന്നെയാണ് അവരെന്ന് പറയുന്നത്. ഡോക്ടേഴ്സ് ആണെങ്കിലും നഴ്സസ് ആണെങ്കിലും മറ്റുള്ള ആൾക്കാരാണെങ്കിലും അവരെ ആയിരിക്കും എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെപ്പോഴും മറ്റുള്ളവരുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്. ഇവർ ഫ്രണ്ട് ഓഫീസിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അഞ്ജിത നല്ല അടിപൊളിയായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഇപ്പൊ ബിനോയ് അഞ്ജിതൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെയിം തന്നെ, അല്ലെ? അതായത് നമ്മൾ പറഞ്ഞു, എ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഈസ് ആൻ ഇൻവൈറ്റബിൾ പാർട്ട് ഓഫ് എ വെൽ ഫങ്ഷനിങ് ഹെൽത്ത് കെയർ ടീം. ഇൻവൈറ്റബിൾ എന്താണ്? ഇൻവൈറ്റബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനിങ് ഇൻവൈറ്റബിൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരിത്, അല്ലെ? അപ്പൊ ഒരു എന്താ പറയാ, ഒരു നന്നായി പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ടീം, അതായത് ഒരു ആരോഗ്യ പരിപാലന ഒരു ടീമിനെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ്, അതായത് ഒഴിവാക്കാൻ പറ്റാത്ത ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നാണ് ഈ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഡോക്ടേഴ്സ്, നഴ്സസ് ആൻഡ് അതർ മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സ് ഡിപ്പെൻഡ് അപ്പോൺ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. ഈ ഡോക്ടേഴ്സും മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവും നഴ്സസ് ഒക്കെ ഇവരെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ആരെ? മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ. എന്തിനാണ് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത്? ടു ക്രിയേറ്റ് എ ഫ്രണ്ട്ലി, വെൽക്കമിങ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ് ഫ്രണ്ട് ഓഫീസ് ഫോർ പേഷ്യൻസ് ആൻഡ് ടു ഫെസിലിറ്റേറ്റ് ദ വെൽ ഫങ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ, അല്ലെ? അതായത് ഡോക്ടേഴ്സും നഴ്സസും അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സും എല്ലാം ഈ മെഡിക്കൽ റിസപ്ഷനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. കാരണം എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഫ്രണ്ട് ഓഫീസ് ഒരു സൗഹൃദപരമായ രീതിയിൽ, നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ പേഷ്യൻസിനെ സ്വാഗതം ചെയ്യുകയും ദെൻ എല്ലാ പ്രവർത്തനങ്ങളും സുഗമമാക്കാനായിട്ട് നല്ലൊരു ഫെസിലിറ്റേറ്റും അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ വെൽ ഫങ്ഷനിങ്, അല്ലെ, നല്ല രീതിയിൽ അത് പ്രവർത്തിപ്പിക്കാനും റിസപ്ഷനിസ്റ്റിനെ ആശ്രയിക്കുന്നു. അവരാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലെ? നമ്മൾ പേഷ്യന്റ് വരുമ്പോ അവരോട് ഒരു വാമുലി, നല്ല രീതിയിലൊക്കെ അവരോട് എന്ത് ചെയ്യും, ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡോക്ടേഴ്സിന്റെ കാര്യങ്ങളും നമ്മൾ എന്ത് ചോദിച്ചാലും അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ആൻസേഴ്സ്, നമ്മളുടെ സംശയങ്ങൾക്കുള്ള മറുപടികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലൊരു രീതിയിൽ നമുക്ക് പറഞ്ഞു തരും, അല്ലെ? അപ്പൊ അതിനാലാണ് ഈ ഡോക്ടറും നഴ്സുമാരൊക്കെ ഈ റിസപ്ഷനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ഓക്കെയോ? ഇനി ഒന്ന് വായിച്ചു നോക്കി നിങ്ങള്. ഇനി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ആ ഒരു പാരഗ്രാഫ് വായിക്കാം, എന്നിട്ട് മീനിങ് ഒന്ന് മനസ്സിലാക്കാം. നമ്മളിപ്പോ പറഞ്ഞ മീനിങ് ഒക്കെ തന്നെയല്ലേ തന്നിരിക്കുന്നതെന്ന് നോക്കി. ഫസ്റ്റ് പാരഗ്രാഫ് എളുപ്പമാണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു റിസപ്ഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളത്.
ഓക്കെ, വായിച്ചില്ല എല്ലാവരും ഫസ്റ്റ് പാരഗ്രാഫ്? മാഡം പിന്നെ ഈ റിസപ്ഷനിൽ നിന്നാണെങ്കിൽ നമ്മളിപ്പോ ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ഒരു ഡോക്ടർ ചെയ്യുന്നത് വെച്ചാൽ അപ്പൊ താഴത്തെ പ്രൊസീജിയർ നോക്കിയിട്ട് വേണ്ട ഒരു പേഷ്യന്റിനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യേ? നമ്മള് റിസപ്ഷനിൽ പറയുന്നത് ഫസ്റ്റിൽ കാണുന്നതാണ്. അതായത് ഫസ്റ്റ് നമ്മൾ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴുള്ള ആ ഒരു കാര്യമാണ് നമ്മൾ തുടക്കം ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് കേട്ടോ. അതായത് ഫസ്റ്റ് വന്നു, പേഷ്യൻസിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു, ചീട്ട് എടുത്തു, ടോക്കൺ നമ്പർ എടുത്തു, ഇന്ന ഡോക്ടർ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറില്ലേ? നമ്മൾ നേരിട്ട് ഡോക്ടേഴ്സിന്റെ അടുത്തല്ലോ പോയി ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ നേരിട്ട് ഡയറക്റ്റ് ഫസ്റ്റിൽ കാണുന്നതാണ് ഈ ഒരു സെക്ഷനിലല്ല നമ്മൾ ആദ്യം കാണുന്നത്. നമ്മള് ഐസിയുന്റെ ക്ലാസ് എടുത്തപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഹോസ്പിറ്റലില് ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ സെക്ഷൻസ് ഉണ്ട്. ഇതില് ആദ്യമായിട്ട് നമ്മൾ ഒരു ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്ന ഫസ്റ്റ്ലി കാണുന്ന ഒരു സെക്ഷൻ ആണ് ഒരു റിസപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു എൻക്വയറിയുടെ ആ ഒരു സെക്ഷൻ. ഓക്കെ, പിന്നെ നമ്മൾ ഇനി അടുത്തതിനകത്ത് ഇങ്ങനെ പഠിച്ചു വരും കേട്ടോ. എന്തൊക്കെയാണ് ഇതിന്റെ ഡ്യൂട്ടീസും കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. വന്നുള്ളൂ, ധൃതി പിടിച്ച് പോകണ്ട, വന്നുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റിലോട്ട് പോകാം. നോക്കിയേ, പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ഓഫ് ഫ്രണ്ട് ഓഫീസ്. ഇനി പ്രിൻസിപ്പൽ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, അവരുടെ ഈ ഫ്രണ്ട് ഓഫീസിന്റെ ചുമതലകളും കാര്യങ്ങളും എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. നോക്കാം. ദ നീഡ് ഫോർ പ്രൊഫഷണലി ട്രെയിൻഡ് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് അല്ലെ. ദ നീഡ് ഫോർ ഇങ്ങനെയുള്ള ഒരു ട്രെയിനഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിനെ ഒരു ഹോസ്പിറ്റലിലെ അവരുടെ ആവശ്യകത എന്താണെന്ന്, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സെക്ഷൻ ഹോസ്പിറ്റലിൽ നിയമിച്ചിരിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. 3 പാരഗ്രാഫായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ പാരഗ്രാഫ് വായിക്കാം, അതിന്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് നെക്സ്റ്റ് പാരഗ്രാഫിലോട്ട് പോകാം. ഓക്കെ, നോക്കാം. ഓക്കെ, ഇനി അടുത്ത ഒരാൾ വായിച്ച് ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിക്കാം. ഓക്കെ, വായിച്ചോളൂ എല്ലാവരും. എന്ത് ചെയ്യുന്നതാണ്? എല്ലാവരും ഉറങ്ങിപ്പോയോ? ക്ലാസ് ഒക്കെ കേട്ട് ഉച്ചയായപ്പോഴേക്കും നല്ല ഉറക്കത്തിന്റെ ടൈം ഒക്കെ ആണല്ലോ. ഓക്കെ, ഡെൽന വായിച്ചോളൂ. The need for professionally trained hospital front office executives. Different from other service industry, the hospital is where people come to visit when either or their close ones are unwell. This makes the people come to the hospital impatient, anxious and curious. Here comes the importance or necessity of handling such patients or their family members with more professionalism, sympathy, empathy and courtesy, following all hospital operational protocols. ഓക്കെ, ഡെൽന വായിച്ചിട്ട് എന്തെങ്കിലും വല്ല ഐഡിയ ഉണ്ടോ? ഓക്കെ, ഒന്നും കൂടി ഒന്ന് നിങ്ങൾ വായിക്കാം. എല്ലാവരും വായിക്കാം. ഫസ്റ്റ് പാരഗ്രാഫ് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം. അതിന്റെ മീനിങ് ഒക്കെ ഒന്ന് ഇങ്ങനെയൊക്കെയാണ് വരുന്നത് ഒന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് പാരഗ്രാഫ്. ഓക്കെ, നമുക്ക് വായിക്കാം. ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം കേട്ടോ. Different from other service industry, the hospital is where people come to visit when either or their close ones are unwell. This makes the people come to the hospitals impatient, anxious and curious. Here comes the importance or necessity of handling such patients or their family members with more professionalism, sympathy, empathy and courtesy, following all hospital operational protocols. ഫസ്റ്റത്തേക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ? കുഴപ്പമില്ലല്ലോ? മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ? മറ്റു സർവീസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ അവരുടെ അടുത്ത ആളുകൾക്ക് അസുഖം വരുമ്പോൾ സന്ദർശിക്കുന്ന ഹോസ്പിറ്റല്. അതെ. ഓക്കെ, പിന്നെ എന്തൊക്കെയാ പിന്നെ പറയുന്നത്? പേഷ്യൻസ് ഹോസ്പിറ്റലിലോട്ട് വന്നത് ഭയങ്കര ആങ്ഷ്യസും ക്യൂരിയസ് അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലാണ്. അപ്പൊ അവരെ ഹാൻഡിൽ ചെയ്യേണ്ടത് ഈ ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫാണ്. അവര് നല്ല സിമ്പതി എമ്പതി ഒക്കെ ആയിട്ട് അവരെ കൈകാര്യം ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, എല്ലാവരും പറഞ്ഞത് കറക്റ്റ് ആണ്. ഓരോരുത്തരും ഓരോ പോയിന്റ്സ് ആയിട്ട് വിശദീകരിച്ചിട്ടുണ്ട്.
ഓക്കെ, ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. നോക്കാം. ഡിഫറെന്റ് ഫ്രം സർവീസ് ഇൻഡസ്ട്രി അല്ലെ, അതായത് നമ്മൾ പറഞ്ഞു ഇപ്പോ മറ്റു വ്യവസായ സേവനങ്ങളിൽ നിന്നൊക്കെ ഇപ്പൊ നമുക്കൊരു പനിയും ചുമയും എന്തെങ്കിലും അസുഖം വരുമ്പോ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഹോസ്പിറ്റലിലേക്ക് അല്ലേ. മറ്റു വേറെ വേറെ വ്യവസായം അങ്ങനെയുള്ള വേറെ സർവീസസിലൊക്കെ ഒന്നും പോകില്ല. അത് തന്നെയാണ് പറയുന്നത്. അതായത് ഡിഫറെന്റ് ഫ്രം, അതായത് മറ്റു വ്യവസായങ്ങളിൽ നിന്നും മറ്റു സേവന വ്യവസായങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ആളുകൾ എന്തെങ്കിലും നമുക്ക് ഇൽനെസ് ഒക്കെ വരുമ്പോൾ നമ്മൾ വിസിറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മളുടെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ആരെങ്കിലും ഇതുപോലെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ വിസിറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഹോസ്പിറ്റലിലാണ് അല്ലെ. ഇനി ദിസ് മേക്സ് ദ പീപ്പിൾ കം ടു ഹോസ്പിറ്റൽസ് ഇംപേഷ്യന്റ്, ആങ്സൈസ് ആൻഡ് ക്യൂരിയസ്. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ നമ്മൾ എന്തെങ്കിലും അസുഖമായിട്ടായിരിക്കുമല്ലോ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കുമല്ലോ ഹോസ്പിറ്റലിൽ ചെന്നിരിക്കുന്നത്. ഒരു ടൂർ പോണ ഒരു ഇതായിരിക്കോ? അല്ലല്ല അല്ല, നമുക്കുള്ളിൽ ചിലപ്പോ ടെൻഷൻസ് ഉണ്ടാവും. അയ്യോ ഇനിയിപ്പോ അഡ്മിറ്റ് ആക്കോ, അല്ലെങ്കിൽ ആ ടെസ്റ്റുകൾ ചെയ്യോ, അല്ലെങ്കിൽ ഇന്ന ടെസ്റ്റുകൾ ചെയ്യോ, ഇനിയിപ്പോ ഡോക്ടറെ വേറെ ഡോക്ടറെ കാണാൻ പറയോ, അങ്ങനെ ഒരു എന്താ പറയാ പല പല കാര്യങ്ങൾ നമ്മളുടെ മൈൻഡിൽ കയറും അല്ലെ. നമുക്കൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്നിരിക്കുമ്പോൾ? ഇപ്പൊ ഹോസ്പിറ്റൽസ്, അതായത് ഇൻപേഷ്യന്റ് ഉണ്ടാവാം, ആൻസൈസ് പേടി ഉണ്ടാവാം, ജിജ്ഞാസ ഉണ്ടാവാം അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ മൈൻഡിൽ കടന്നുകൂടാം. Here comes the importance or necessity of handling പേടി ഉണ്ടായിരുന്നു ആശുപത്രി പോയപ്പോ. എന്റെ കൈ ഇതേപോലെ ബോൾ അടിച്ച് ഭയങ്കര നീരായിട്ടിരുന്നു. ആദ്യത്തെ കുറച്ച് ദിവസം ചെറിയ പൊട്ടലുണ്ടാകുന്ന പറഞ്ഞ് കയ്യിൽ ഭയങ്കര കെട്ടായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു ഇനി കെട്ടണ്ട, ഇനി അഴിച്ചു വെച്ചിട്ട് കൈ മാറിയിട്ടില്ലെങ്കിൽ എല്ലിന്റെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. അപ്പൊ എല്ലിന്റെ ഡോക്ടറെ കാണിക്കാൻ പറ്റി അങ്ങനെ എന്തെങ്കിലും പറയുമോ എന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല, കൈ മാറി വരുന്നു. അതെ, ബിനോയുടെ അനുഭവം കേട്ടല്ലോ എല്ലാവരും അല്ലെ. എല്ലാവർക്കും ഉണ്ടാവും, ബിനോയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. നമുക്കൊരു ഹോസ്പിറ്റലിൽ ചെന്ന് അറ്റ്ലീസ്റ്റ് അടുത്ത നമ്പർ കയറുമ്പോ ചിലപ്പോ അടുത്ത നെക്സ്റ്റ് നമ്പർ നമ്മളുടെ ആയിരിക്കും ഡോക്ടർ നമ്പർ. അപ്പൊ നമുക്കുള്ളിൽ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല എല്ലാവർക്കും അല്ലെ. അപ്പൊ അത് തന്നെ, അതായത് ഒരു പേടിയും കാര്യങ്ങളൊക്കെ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകും. Here comes the importance of necessity of handling such patients or their family members. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമ്മളുടെ ആ ഒരു പേഷ്യൻസിനെയും അല്ലെങ്കിൽ ആ പേഷ്യൻസിന്റെ ഫാമിലി മെമ്പേഴ്സിനെയും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യേണ്ടത് ഉത്തരവാദിത്തമാർക്കാണ്. ഈ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്സ് ആണ് ഇങ്ങനെ നല്ല രീതിയിൽ നമ്മളെ ഹാൻഡിൽ ചെയ്യുന്നത്. അത് പ്രൊഫഷണലിസമായിട്ടും അല്ലെങ്കിൽ ഒരു സഹാനുഭൂതിയോടെ അല്ലെ, ഒരു എമ്പതി ആയിട്ടോ അല്ലെങ്കിൽ ഒരു അവരോടുള്ള ഒരു സഹാനുഭൂതി ആയിട്ടോ, കോർട്ടസി മീൻസ് നല്ലൊരു മര്യാദ പോലെ എന്നൊക്കെ പറയുന്നത്. മര്യാദയോട് കൂടി അല്ലെ, മര്യാദയോട് കൂടിയോ, പിന്നെ ഹോസ്പിറ്റലിന്റെ പ്രോട്ടോകോൾസ് ഒക്കെ അനുസരിച്ചും അങ്ങനെ എന്ത് ചെയ്യണം? ആ പേഷ്യൻസിനെയൊക്കെ ഡീൽ ചെയ്യണം. പേഷ്യൻസിനെ ഡീൽ ചെയ്യേണ്ട ഉത്തരവാദിത്തം കൂടിയാണ് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്സിന് ഉള്ളത്. എളുപ്പമാണ്, ചെറിയ കാര്യങ്ങളാണ്. പിന്നെ ഇങ്ങനെ വലിച്ചു നീട്ടി അവർ കുറച്ച് സെന്റൻസ് ആക്കിയതുള്ളൂ കേട്ടോ. നമ്മൾക്കറിയാമല്ലോ, ഇപ്പൊ ബിനോയുടെ അനുഭവം പറഞ്ഞില്ലേ, അതുപോലെ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് തന്നെ ഇതിനകത്ത് പറയുന്നത്. നിങ്ങൾ കൂടുതൽ എക്സ്ട്രാ ഒന്നും വിചാരിക്കേണ്ട. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ നമ്മളുടെ അവസ്ഥ എന്താണ്? നമ്മൾ അവിടെ ചെല്ലുന്നു അല്ലെ, നമ്മൾ റിസപ്ഷനിൽ ചെല്ലുന്നു, നമ്മൾ ചീട്ട് എടുക്കുന്നു, നമ്മൾ അല്ലെങ്കിൽ ഡോക്ടറെ കാണാൻ പോകുന്നു. നമ്മൾ ഡോക്ടറെ കാണാൻ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ അയ്യോ അഡ്മിറ്റ് ആക്കുന്ന കാര്യം നമുക്കൊരു പേടിയുള്ളതാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു പേടി കാര്യങ്ങളൊക്കെ നമ്മളിൽ വരും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? നമ്മളെ നല്ല രീതിക്ക് അവർ ട്രീറ്റ് ചെയ്യാറുണ്ട് ഈ എക്സിക്യൂട്ടീവ്സ്മാര് അല്ലെ. കുഴപ്പമില്ല, നമുക്ക് ആ ഡോക്ടറെ കാണാം, ഈ ഡോക്ടർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഹോസ്പിറ്റലിന്റെ ഒരു പ്രോട്ടോകോൾസുകളും അല്ലെങ്കിൽ നമ്മളോട് നല്ലൊരു രീതിയിൽ വളരെ എന്താ പറയാ മാന്യമായ മര്യാദയോടുകൂടി അങ്ങനെയുള്ള നല്ല രീതിയിൽ നമ്മൾ ഡീൽ ചെയ്യും. അത്രേ പോലും നമ്മൾ നമ്മളുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫ് ഓക്കെ ആണല്ലോ, കുഴപ്പമില്ല, എളുപ്പമുള്ളതല്ലേ, കുഴപ്പമില്ലല്ലോ. ഇനി ഒന്ന് വായിച്ചു നോക്കി നിങ്ങള്. ഇനി ഒന്ന് ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിക്കട്ടോ. ഇപ്പൊ നമുക്ക് മീനിങ് മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പക്കയായിട്ട് ക്ലിയർ ആവും. ഓക്കെ, വായിച്ചോളൂ. മുഹമ്മദേ അതെന്നാ എല്ലാം വലിച്ചിട്ട് അങ്ങ് ഇങ്ങ് നടക്കണ. നിങ്ങൾ മ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, നമ്മുടെ ക്ലാസ് ഡിസ്റ്റർബ് ആവരുത് കേട്ടോ. മറ്റുള്ളവർക്ക് കൂടി അത് ഞാൻ പറഞ്ഞു. നിങ്ങൾ പരസ്പരം കോപ്പറേറ്റ് ചെയ്ത് പോകണം. നമ്മൾ ഈ 1 മണിക്കൂറാണ് ഓരോ ക്ലാസ്സുകള്. സോ അങ്ങനെ ഡിസ്റ്റർബ് ആവാത്ത രീതിയിൽ എന്ത് ചെയ്യാം? മ്യൂട്ട് ചെയ്യണം. ഓക്കെ, വായിച്ചില്ലേ? നമുക്ക് സെക്കൻഡ് പാരഗ്രാഫ് നോക്കാം കേട്ടോ. സെക്കൻഡ് പാരഗ്രാഫ്. Okay. The front office is a department of the hospital.
which directly makes contacts with the patients where they first arrive. ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ എന്റെ ഒപ്പം തന്നെ വായിച്ചു പോണോ കേട്ടോ. ഞാൻ വായിക്കും, നിങ്ങളാണ് എനിക്ക് മീനിങ് പറഞ്ഞു തരേണ്ടത് കേട്ടോ. Okay. The front office is a department of the hospital which directly makes contacts with the patients where they first arrive. The staff of this department are directly family members. It functions as a central point of contact across the organization. The department maintains information and records of all patients of the hospital. It also plays an important role in forming overall impressions of the services provided by the organization. ഒരു വട്ടം നിങ്ങളൊന്ന് വായിക്കാം കേട്ടോ. ഒരു പ്രാവശ്യം നിങ്ങൾ എല്ലാവരും ആ സെക്കൻഡ് പാരഗ്രാഫ് വായിക്കുക, എന്നിട്ട് മീനിങ് പറയണം. ഓക്കെ, വായിച്ചോളൂ. ഓക്കെ, വായിച്ചോ സെക്കൻഡ് പാരഗ്രാഫ് എല്ലാവരും? ഇല്ല മേഡം, വായിച്ചോണ്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ, വായിച്ചോ, കണ്ടിന്യൂ. ഓക്കെ, വായിച്ചോ എല്ലാവരും? കഴിഞ്ഞില്ലേ? വായിച്ചില്ലേ? ഓക്കെ വായിച്ചു മാം. ഓക്കെ, സെക്കൻഡ് പാരഗ്രാഫില് എന്താണ് അവിടെ പറയുന്നത്? വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മീനിങ് ഒക്കെ കിട്ടിയോ? ഏകദേശം കിട്ടി. ഓക്കെ, ഒന്ന് പറയാമോ? പേഷ്യൻസ് ആദ്യം തന്നെ വരുമ്പോൾ ഡയറക്ട്ലി കോണ്ടാക്ട് ചെയ്യുന്നത് ഈ ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിലാണ്. ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ് ഇവിടുത്തെ സ്റ്റാഫ്സ്. ഇതെന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ സെൻട്രൽ പോയിന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ പേഷ്യൻസിന്റെ, ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസിന്റെ എല്ലാ റെക്കോർഡ്സും ഇൻഫർമേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ ആ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സർവീസസിനെയും ഓവറോൾ ഇത് ചെയ്യുന്നത് ഇംപ്രഷൻ ആണ്. ഓക്കെ, രേവതി പറഞ്ഞത് എല്ലാവരും കേട്ടായിരുന്നോ? കേട്ടോ? ഓക്കെ, ശരിയാണോ രേവതി പറഞ്ഞത്? ഈ കാര്യങ്ങളൊക്കെ തന്നെയാണോ രേവതി പറഞ്ഞത്? ഓക്കെ, അപ്പൊ രേവതി പറഞ്ഞതെല്ലാം കറക്റ്റ് ആണ്. ഓരോ കാര്യങ്ങളും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ പോയിന്റും എടുത്തെടുത്ത് പറഞ്ഞു കേട്ടോ. രേവതി നല്ല രീതിയിൽ പറഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയുമ്പോ എല്ലാവരും ഇങ്ങനെ നിങ്ങൾ അങ്ങനെ തെറ്റും എന്നോർത്ത് ആരും വിചാരിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ തോന്നിയത് നിങ്ങൾ പറയാം. നിങ്ങൾ അങ്ങനെ അയ്യോ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോകല്ലോ, മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ അയ്യോ അങ്ങനത്തെ ഒന്നും വിചാരിക്കണ്ട കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ കൊണ്ട് കുറച്ചുകൂടി എനിക്ക് കൂടുതലായിട്ട് പറയിപ്പിക്കുന്നത്. ഓക്കെ, നമ്മൾ പറയാം, വായിക്കാം. എന്താണ് Last point. It also plays an important role in the forming overall impressions of the services provided by the organization. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞില്ല എന്നാണോ? അതൊന്നും കൂടി പറയാം. പറയാം, നമുക്ക് ഫസ്റ്റ് തുടങ്ങി നോക്കാം. The front office is a department of the hospital which directly makes contact with the patients where they first arrive. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ ആദ്യം എത്തുന്ന ഒരു പേഷ്യൻസ് ആദ്യം എത്തുമ്പോൾ നേരിട്ട് ആ ഒരു എന്താ പറയാ, നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു കോണ്ടാക്ട് ചെയ്യുന്ന ഫസ്റ്റ് ആ ഒരു വരുമ്പോ തന്നെ നമ്മൾ നേരിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ആ ഒരു ഏരിയയുടെ വിഭാഗമാണ് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്, അല്ലെ? ദെൻ നോക്കാം. The staff of this department are directly family members. അവരതുകൊണ്ട് നമ്മളുടെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെയാണെന്ന്. അതായത് നമ്മളുടെ ഒരു ആ ജീവനക്കാര് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിലെ ആ ഒരു സ്റ്റാഫുകൾ എന്ന് പറയുന്നത് നമ്മളുടെ
നേരിട്ടൊരു കുടുംബാംഗങ്ങളെ പോലെ തന്നെയാണെന്ന്. ഫസ്റ്റ് നമ്മൾ മീറ്റ് ചെയ്യുന്നത് അവരാണ് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. സോ അവര് നമ്മൾ എന്ത് ചെയ്യും, ഒരു കുടുംബാംഗങ്ങളെ പോലെയാണ് കാണുന്നത്. Then it function as a central point of contact across the organization. ആ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച്, ഹോസ്പിറ്റലാണ് ഓർഗനൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് വരുന്ന അവരുടെ ഒരു കോണ്ടാക്റ്റും ഒരു അക്രോസ് ടോട്ടലി അവരുടെ ഒരു കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിന്റെ ഒരു സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് ആരാണ്? ഈ ഫ്രണ്ട് ഓഫീസ് ആണ്. അവിടെ നിന്നാണല്ലോ എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതാണ് ഒരു സെൻട്രൽ പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. Then the department maintains, ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന്, ഇൻഫോർമേഷൻ ആൻഡ് റെക്കോർഡ്സ് ഓഫ് ഓൾ പേഷ്യന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ പേഷ്യൻസിന്റെയും ഇൻഫോർമേഷൻസുകളും റെക്കോർഡുകളും എല്ലാം കീപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. Then it also plays an important role. അത് മാത്രമല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ ഇതുകൂടി വഹിക്കുന്നുണ്ട്. എന്താണ്? ഇൻഫോമിങ് ഓവറോൾ ഇംപ്രഷൻ മീൻസ് എന്താണ്? ഇംപ്രഷൻ എന്ന് പറഞ്ഞാല് നല്ല ആളെ പറ്റി നല്ല ഇംപ്രഷൻ കിട്ടി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഇംപ്രഷൻ എന്താണ്? മതിപ്പ്. നല്ലൊരു മതിപ്പ് കിട്ടി. നമ്മൾ ഒരാളെ ഒരു ഒറ്റ നോട്ടത്തില് കാണുമ്പോൾ തന്നെ ആളെ പറ്റി നല്ലൊരു മതിപ്പ് ഉണ്ടായി എന്നൊക്കെ നമ്മൾ പറയും. സോ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വരുന്ന ആ ഒരു ഹോസ്പിറ്റലിന്റെ അവിടുത്തെ സേവനങ്ങളുടെ ഒരു മതിപ്പ്, ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചൊരു ഇംപ്രഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അതൊക്കെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ എക്സിക്യൂട്ടീവ്സ് ആണ്. അവരാണല്ലോ എല്ലാത്തിന്റെ തുടക്കം കുറിക്കുന്നത്. പേഷ്യൻസിന് വരുമ്പോ തുടങ്ങി ഡോക്ടറെ കാണാനും ബാക്കി എല്ലാ സേവനങ്ങളും ചെയ്യാനൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് ഫ്രണ്ട് ഓഫീസ് ആണ്. സോ ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അതിനൊരു ഇംപ്രഷൻ കിട്ടുന്നത് ഇവരിൽ നിന്നാണ്. അതാണ് സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്. ഇനി ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ സെക്കൻഡ് പാരഗ്രാഫ്. എല്ലാവരും ഒന്ന് വായിക്കാം കേട്ടോ. സെക്കൻഡ് പാരഗ്രാഫ് വായിച്ചു നോക്കാം. ഓക്കെ, വായിച്ചായിരുന്നോ? കഴിഞ്ഞോ വായിച്ച്? കഴിഞ്ഞു മാം. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് കഴിഞ്ഞു എന്ന് ചോദിക്കുന്നതേ നിങ്ങൾ ഇനി ഉച്ച സമയമല്ലേ, എല്ലാവർക്കും ഉറക്കമൊക്കെ വരുന്നുണ്ടോ? ഇല്ല മേഡം. ബോറായിട്ട് തോന്നുന്നുണ്ടോ? കുറെ ക്ലാസ് ഒക്കെ കേട്ട് ലാസ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്ക് ഒരു ബോറിംഗ് ഒക്കെ വരാം അല്ലെ? സ്വാഭാവികമാണത് അല്ലെ? എനിക്ക് ജലദോഷമേ ഉള്ളൂ മേഡം, വേറെ കുഴപ്പമില്ല. ജലദോഷം. എന്താ പിന്നെ പറഞ്ഞത്? ക്ലിയർ ആയില്ല. ജലദോഷം മേഡം ചില ദിവസം വരാറുണ്ട്. അതോ ഞാൻ പറഞ്ഞ വരും, സ്വാഭാവികമാണത് അല്ലെ? പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യണ്ടേ? ഓക്കെ മേഡം കണ്ടിന്യൂ ചെയ്തോളൂ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ സെക്കൻഡ് പാരഗ്രാഫ് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് തേർഡ് പാരഗ്രാഫ് നോക്കാം. ചെറിയ പാരഗ്രാഫ് കൂടെ. എല്ലാത്തിലും മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ്? ഫസ്റ്റ് പ്രിഫറൻസ് ആർക്കാണ്? ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിനാണെന്നാണ് മെയിൻ ആയിട്ട് ഇവിടെ പറയുന്നത് എല്ലാത്തിലും കേട്ടോ. ഓക്കെ, ഇനി തേർഡ് പാരഗ്രാഫ് ഒരാളൊന്ന് വായിച്ചേ. തേർഡ് പാരഗ്രാഫ് കേട്ടോ. The front desk position is often the first person that patients or their well-wishers interact while contacting with the hospital. So they are essentially the face and voice of the hospital, and for this reason, they play an important role in the representing the organization. എൽസ, വായിച്ചിട്ട് എന്താണ് തോന്നിയത്? എന്തെങ്കിലും തോന്നിയോ? ഒരു പ്രാവശ്യം കൂടി വായിക്കട്ടോ. എല്ലാവരും ഒരു പ്രാവശ്യം കൂടി ആ തേർഡ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ. സെയിം കാര്യങ്ങൾ തന്നെയല്ലേ മാം പറയുന്നത്? അത് അവരാണ് ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. വെൽവിഷർ ആരാണ്? വെൽവിഷർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൽവിഷർ മീനിങ് എന്താണ്? നല്ലത് മാത്രം ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നല്ലത് വരട്ടെ എന്നൊക്കെ പറയുന്നത്. അതായത് നമുക്ക് എന്താ പറയാ, വേറൊരു മലയാളത്തില് പ്രോപ്പർ ആയിട്ട് പറയണമെങ്കിൽ വെൽവിഷർ എന്ന് വെച്ചാല് അഭ്യുദയ കാംക്ഷികൾ എന്നൊക്കെ പറയും അല്ലെ? ഓക്കെ, the front desk position is often the first person that patients or their well-wishers interact while contacting with the hospital. So they are essentially the face and voice of the hospital.
and for this reason they play an important role in representing the organization. നോക്കാം, the front of position, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഒരു ആശുപത്രിയുമായിട്ട് ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടുമ്പോൾ രോഗികളുടെ അവരുടെ എന്താണ് ആ ഒരു വെൽവിഷേഴ്സ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ആദ്യം ഒരു ഇടപെടുന്ന ഫസ്റ്റ് വ്യക്തി, ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നതാണ് ഈ ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു നമ്മളുടെ ഈ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് തന്നെ ഫസ്റ്റ് ഇടപെടുന്ന ആ ഒരു ടീം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയാണ് ഈ ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ എന്ന് പറയുന്നത്. സോ ദേ ആർ എസെൻഷ്യലി ദ ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ. അതിനാൽ ഈ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിന് നമ്മൾ ഒരു ഹോസ്പിറ്റലിന്റെ എന്ത് പറയുന്നു, ശബ്ദവും മുഖവും ശബ്ദവുമാണെന്ന് പറയുന്നു. ജസ്റ്റ് ഒന്ന് വർണ്ണിച്ചേക്കണം എന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓരോന്ന് പൊക്കി പറയാന്നൊക്കെ പറയില്ലേ, ആ ഒരു ടൈമാണ് വർണ്ണിച്ചേക്കുന്നത്, ഫേസ് ആൻഡ് വോയിസ് കേട്ടോ. അതായത് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞത് ഒരു ഹോസ്പിറ്റലിന്റെ മുഖവും ഫേസും വോയിസും ആണ്. ജസ്റ്റ് അവരൊന്ന് വർണ്ണിച്ചേക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇനി എന്താ പറയുന്നത്, ഫോർ ദിസ് റീസൺ, അതിനാൽ ഈ കാരണത്താൽ they play an important role in the representing organization. അതിനാൽ എന്താണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് പ്രതിനിധീകരിക്കുക അല്ലെ, അതായത് റെപ്രസെന്റ് ചെയ്യുന്നത് ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നു. ഒരു എന്താ പറയാ അതായത് ഒരു സംഘടനയെ, ഒരു ഓർഗനൈസേഷനെ പ്രതിനിധീകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായ പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഈ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് സെയിം 2 പാരഗ്രാഫിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിട്ട് വന്നേക്കുന്നത്. പിന്നെ കുറച്ച് ഫേസ് ആൻഡ് വോയിസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊന്ന് വിശദീകരിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ നിങ്ങൾ 3rd പാരഗ്രാഫ്. മാം ഓക്കെ, പറഞ്ഞോളൂ. മാം ഈ 3 പാരഗ്രാഫിലും പറയുന്നത് എന്താന്ന് വെച്ചാല് പിന്നെ ഹോസ്പിറ്റലിലേക്ക് വരുന്നൊരു പേഷ്യന്റിന് ആ ഫ്രണ്ട് ഓഫീസ് കാണുന്ന ഒരു നല്ല ഇംപ്രഷൻ ഉണ്ടാവണം എന്നുള്ള ഒരു അർത്ഥത്തിലല്ലേ ഈ 3 പാരഗ്രാഫിലും പറയുന്നത്? ഏതാണ് അതുകൂടി പറയാമോ? ക്ലിയർ ആയില്ല. ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് ഫ്രണ്ട് ഓഫീസ് കണ്ടിട്ടാകുമ്പോൾ നല്ലൊരു ഇംപ്രഷൻ വരണം എന്നുള്ളൊരു അർത്ഥമല്ലേ മീൻ ചെയ്യുന്നല്ലേ ഇത് 3 പാരഗ്രാഫിലും? 3rd പാരഗ്രാഫ് ആണോ? 3 പാരഗ്രാഫിലും പറയുന്നത് നല്ലൊരു ഇംപ്രഷൻ വരണം അതായത് അവരാണല്ലോ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അവരിൽ നിന്നാണ് ഒരു തുടക്കം അല്ലെ. അവരാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിന്റെയും ഒരു ആ ഒരു ഓർഗനൈസേഷൻ മെയിൻ ആയിട്ട് റെപ്രസെന്റേഷൻ ചെയ്യുന്നത്. എല്ലാത്തിലും ഈ സെയിം ഒരു മീനിങ് തന്നെയാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, അപ്പൊ പാരഗ്രാഫ് ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് കുറച്ചും കൂടി ഒന്ന് എടുക്കാനുണ്ട്. നമുക്ക് എക്സാം ഇടാനായിട്ട് ടൈം ഉണ്ടാവുന്ന അറിയില്ല, നോക്കാം കേട്ടോ. ഇനി ജസ്റ്റ് ഒരു കസ്റ്റമർ മീനിങ്. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും മതിയോ? ക്ലാസ് കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ എക്സാം ഇടണോ? എന്താ വേണ്ടത്? മാഡത്തിന്റെ ഇഷ്ടം. എക്സാം ഇടാം മാഡം. എക്സാം ഇട്ടാൽ മതിയോ? പുതിയൊരു ചാപ്റ്റർ ഞാനിപ്പോ ഈ ഒരു സെക്ഷനും കൂടി ഒരു കസ്റ്റമർ മീൻസ് വരെയും കൂടി നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ദെൻ എക്സാം ഇടാനായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. എക്സാം ഇടണമെങ്കിൽ നമുക്ക് എക്സാം ഇടാം. നമുക്ക് ഫസ്റ്റ് 2 പോയിന്റ് ഒന്ന് പറഞ്ഞു വെക്കാം. ഓക്കെ ആണോ എല്ലാവരും? അടുത്ത ക്ലാസ്സിൽ എക്സാം എടുക്കാം മാം. എന്താണ് പറഞ്ഞോളൂ. അടുത്ത ക്ലാസ്സിൽ എടുക്കാം എക്സാം. നിങ്ങളുടെ കഴിഞ്ഞ ബാച്ചിൽ ഞങ്ങൾ രാവിലെ ടെസ്റ്റ് പേപ്പർ ഇട്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്കും ഇന്ന് തന്നെ എക്സാം വലിയ എക്സാം ഒന്നല്ല, ചെറിയ കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്ത് പറ്റി? ഒന്നും വായിച്ചിട്ടില്ല? അല്ല മാം, അതിന് ആ സെക്രട്ടറി അത് പിന്നെ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അങ്ങനെ പറഞ്ഞിട്ടേ അത് വലിയ ഡിഫറൻസ് തോന്നുന്നില്ല. അതിൻ്റെ അകത്തെ ആ ആക്ഷൻസ് ഓരോരുത്തരുടെയും റോൾ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തേക്കുന്നത് വായിച്ചിട്ട് അങ്ങോട്ട് വലിയ ഡിഫറൻഷിയേഷൻ വരാത്തതുകൊണ്ട് അവരുടെ ഡ്യൂട്ടീസ് ഒക്കെ കുറച്ചൊക്കെ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതാണ് നമ്മൾ ഓരോ പോയിന്റ്, നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണല്ലോ ക്വസ്റ്റ്യൻസ്. സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ പോയിന്റും പ്രോപ്പർ ആയിട്ട് തന്നെ പഠിക്കണം. കാരണം നമുക്കിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ എസ്സേ ടൈപ്പ് എഴുതാനൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് അത് മനസ്സിലാക്കിയത് വെച്ച് നമുക്ക് നമ്മളുടെ ഐഡിയയിൽ ഒരു ഇതുപോലെ നമുക്ക് എസ്സേ ടൈപ്പിലൊക്കെ എഴുതാം. പക്ഷെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആകുമ്പോൾ പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണോ ആ നോട്ട്സിൽ നമുക്ക് തന്നേക്കുന്നത് അതനുസരിച്ച് തന്നെ പഠിക്കണം. ഇപ്പൊ ചില പോയിന്റ്സുകൾ ഇപ്പൊ ഡ്യൂട്ടീസും കാര്യങ്ങളും പറഞ്ഞില്ലേ, അത് മാറിപ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വന്നേക്കാം അല്ലെ. ശരിയാണ്, നമുക്ക് നോർമലി നമുക്ക് എല്ലാം കൂടി പഠിക്കുമ്പോ ആ ഒരു സെക്രട്ടറിയുടെ ഡ്യൂട്ടി തന്നെയാണല്ലോ PR വേണ്ടി വരുന്നത് എന്നൊക്കെ തോന്നേക്കാം.
പക്ഷെ വ്യത്യാസങ്ങളുണ്ട്, ഡിഫറൻസ് ഉണ്ട്. അതിനകത്ത് കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സെപ്പറേറ്റഡ് ആയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ടെസ്റ്റ് പേപ്പർ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിലൂടെ കുറച്ചൊക്കെ കിട്ടും. ആ ഒരു പോയിന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി കിട്ടും. കുഴപ്പമില്ല. നിങ്ങൾ എക്സാമിൽ അങ്ങനെ അയ്യോ മാർക്ക് ഞാൻ പഠിച്ചിട്ടില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നമ്മളിങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു ടെസ്റ്റ് പേപ്പർ അല്ലേ, നമ്മൾ ആ ഒരു ടെസ്റ്റ് പേപ്പറിൽ ഓരോ ടെസ്റ്റ് പേപ്പറിൽ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു വരികയല്ല കൂടി വരികയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് നിങ്ങളുടെ മാർക്കൊന്നും നമ്മൾ എൻട്രി ഒന്നും ചെയ്യുന്നില്ലല്ലോ. ജസ്റ്റ് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഒരു ടെസ്റ്റ് പേപ്പർ ഞാൻ നടത്താന്ന് പറഞ്ഞത് കേട്ടോ. അല്ലാതെ ഒരു വലിയൊരു നിങ്ങളുടെ മാർക്കൊക്കെ നമ്മൾ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ മാർക്ക് എൻട്രി ചെയ്യോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യൊന്നുമില്ല. നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നുണ്ടെന്ന് സ്വയം നമുക്ക് അറിയണ്ടേ. നമ്മളിങ്ങനെ ക്ലാസ് മാത്രം എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് ആ ഇപ്പൊ ഒരു മോഡൽ എക്സാമോ എക്സാം വരുന്നത് വരെ മാറ്റി വെക്കണ്ടല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്. നോ പ്രോബ്ലം മാഡം, മാഡം എക്സാം നടത്തിക്കോ. ഓക്കെ. നിങ്ങൾക്ക് വേറെ ടീച്ചേഴ്സ് ആരെങ്കിലും അങ്ങനെ എക്സാം ഇട്ടായിരുന്നോ? ഇല്ല. പറഞ്ഞു. ഓക്കെ. അപ്പൊ ഞാനാണപ്പോ ഫസ്റ്റ് ടൈം ആയിട്ട് നിങ്ങൾക്ക് എക്സാം ഇടാന്ന് പറഞ്ഞതല്ലേ. ഓക്കെ. പെട്ടുപോയി എന്ന് വിചാരിച്ചോ? കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചെറിയ എക്സാം ഒക്കെ ഇടാം അല്ലെ. വലിയ കുട്ടികളൊന്നുമല്ലല്ലോ. എളുപ്പമല്ലേ മാഡം? വലിയ ഞാൻ വായിച്ചിട്ട് അത് വലിയ കുഴപ്പമൊന്നുമില്ല. അതില് ടൈപ്സും എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് ചെയ്യാനുള്ളതും പിന്നെ HOD കുറച്ച് പറയാനുള്ളതും അതൊക്കെ അല്ലേ അതിന് പറയണത്. അതിന് കുഴപ്പമില്ല. അത് 4 പേജ് എന്തിനേ ഉള്ളൂ അല്ലേ ഉള്ളൂ. അത് കുഴപ്പമൊന്നുമില്ല അല്ലെ. ഓക്കെ. ഓക്കെ. എങ്കിൽ നിങ്ങളൊരു ബുക്കും പെണ്ണൊക്കെ കയ്യിലെടുത്തോട്ടോ. ഒരു 2 മിനിറ്റ്സ് തരാം. ഒന്ന് പ്രിപ്പറേഷനായിട്ട് ബുക്ക് എടുക്കുക അല്ലെങ്കിൽ പേപ്പറോ എന്താണോ കയ്യിലുള്ളത് അത് എടുക്കുക. ബുക്കിൽ എന്താണ് വീഡിയോ ആണോ? വേണ്ട കുഴപ്പമില്ല. സത്യസന്ധതയല്ലേ എല്ലാവർക്കും അല്ലെ. എങ്ങനെ വിശ്വസിക്കുന്നു കേട്ടാ. അതും പ്രത്യേകം പറയാട്ടാ. നമ്മള് പരസ്പരം കാണുന്നില്ലല്ലോ. നിങ്ങൾ എഴുതുന്നത് എങ്ങനെയാണോ അല്ലെങ്കിൽ കോപ്പി അടിക്കണേണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. സോ അവനവൻ തന്നെ സ്വയം എന്താ പറയാ സത്യസന്ധമായിട്ട് എക്സാം എഴുതാം കേട്ടോ. ശരി, ഞാൻ ക്വസ്റ്റ്യൻ മാത്രം പറയുന്നുള്ളൂ. നിങ്ങൾ ആൻസർ ഓരോ നമ്പർ ഇട്ടിട്ട് അതിന്റെ ആൻസേഴ്സ് മാത്രം എഴുതാം. ലാസ്റ്റ് നമുക്ക് ആൻസർ വായിക്കാം. ആൻസർ വായിക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പേപ്പർ നോക്കണേ കേട്ടോ. നമുക്ക് പരസ്പരം മാറാനുള്ള ഒരു ഇതൊന്നും ഇല്ലല്ലോ. സോ നമ്മൾ തന്നെ സ്വയം നോക്കാം, സത്യസന്ധമായിട്ട് നോക്കാം കേട്ടോ. തെറ്റുള്ളത് തെറ്റ് തന്നെ ഇടാം, ശരിയുള്ളത് ശരി ഇടാം, മാർക്ക് ഇടാം. ഓക്കെ. എല്ലാവരെയും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു കേട്ടാ. മാർക്ക് കുറയുമ്പോൾ ഓർത്തൊന്നും ഒരു പേടിയൊന്നും വേണ്ട കേട്ടോ. നെക്സ്റ്റ് ശരിയായിക്കോളും. ഓക്കെ. റെഡിയായോ എല്ലാവരും? യെസ് മാം. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. We are ready. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിരിക്കുക. റിപ്പീറ്റ് ചെയ്ത് പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, കൺഫ്യൂഷൻ ആകരുതും. അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ പറയാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. 1 നമ്പർ ഇടാം, എന്നിട്ട് അതിന്റെ ആൻസർ എഴുതാം. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. A room in a hospital where beds are arranged for many people. A room in a hospital where beds are arranged for many people. പെട്ടെന്ന് ആൻസർ എഴുതി പോണേ. എഴുതി മാഡം. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയാം, ശ്രദ്ധിച്ചിരിക്കാം. Write any three purpose of hospital ward. ഹോസ്പിറ്റൽ വാർഡിന്റെ ഏതെങ്കിലും 3 ഉദ്ദേശങ്ങൾ എഴുതുക. കുറെ ഉദ്ദേശങ്ങൾ പറഞ്ഞായിരുന്നു. ഏതെങ്കിലും 3 എണ്ണം കേട്ടോ. ഏതെങ്കിലും 3 എണ്ണം നമ്മൾ പഠിച്ചു തന്നെ എഴുതണം കേട്ടോ. വേറെ ഉണ്ടാക്കിയൊന്നും എഴുതരുത് കേട്ടോ. 3 പർപ്പസ് കേട്ടോ. ഓക്കെ. എഴുതിക്കോളൂ. നിങ്ങൾക്ക് പെട്ടെന്ന് ഏതാണോ ഓർമ്മയിൽ വരുന്ന ആ 3 എണ്ണം എഴുതാം കേട്ടോ. എല്ലാം ഒന്നും എഴുതണ്ട. എഴുതി. ഓക്കെ. എഴുതട്ടെ. എല്ലാവരും എഴുതിക്കോളൂ. മാഡം ഞാൻ ഒന്ന് പറയട്ടെ മാഡം, ശരിയാണോന്ന് അറിയാൻ വേണ്ടി. റിസർച്ച്. പിന്നെ ഇപ്പൊ ആൻസർ പറയല്ലേ. നമ്മൾ എക്സാം കഴിഞ്ഞിട്ടാണ് ആൻസർ പറയുന്നത്. അല്ല, ഞാൻ മാഡത്തിന്റെ ചോദിച്ചല്ല, ഒന്ന് ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു. കറക്റ്റ് അല്ലേ? പതുക്കെ എല്ലാരും എഴുതട്ടെ. പിന്നെ എന്തോ ഇത്
ആൻസർ ആരും പറയണ്ട കേട്ടോ. ആൻസർ ലാസ്റ്റ് ആണ്. 10 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇട്ടേക്കുന്നത്. 10 ക്വസ്റ്റ്യന്റെ ആൻസർ ലാസ്റ്റ് പറയും കേട്ടോ ബിനോയ്. ഓക്കെ, കഴിഞ്ഞോ? 3 പർപ്പസ് എഴുതിയോ എല്ലാവരും? കഴിഞ്ഞു മാം. Okay, third question. Third question കേൾക്കാം. Ophthalmology is the study of. Ophthalmology എന്തിനെ കുറിച്ചുള്ള പഠനമാണ്, അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ophthalmology? Ophthalmology is the study of. Okay, ma'am. എഴുതിയില്ലേ? മ്യൂട്ട് ചെയ്യുമോ? സൗണ്ട് ഇങ്ങനെ വേരിയേഷൻ കേൾക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഞാൻ പറഞ്ഞോളാം, ടൈം അനുസരിച്ച് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. മ്യൂട്ട് ചെയ്യണേ, ഡിസ്റ്റർബ് ആവുന്നുണ്ട് പലർക്കും. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ പറയാനാണ്, ശ്രദ്ധിച്ച് കേൾക്കാം. പാൻട്രി, ഡേ റൂം, ട്രോളി ബെല്ലി. ഐഡന്റിഫൈ വിച്ച് കമ്പോണന്റ്. പാൻട്രി, ഡേ റൂം, ട്രോളി ബെല്ലി. ഐഡന്റിഫൈ വിച്ച് കോമ്പോണന്റ്. ഏത് കോമ്പോണന്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. പാൻട്രി, ഡേ റൂം, ട്രോളി ബെല്ലി. എഴുതി മേഡം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. ശ്രദ്ധിച്ചിരിക്കാട്ടോ. കസ്റ്റമർ നീഡ്സ് അസസ്മെന്റ് മീറ്റിംഗ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഫോർ സർവീസ് ഇവാലുവേഷൻ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഈസ് ദ ഡ്യൂട്ടി ഓഫ്. ആരുടെ ഡ്യൂട്ടി ആണെന്നത്? കസ്റ്റമർ നീഡ് അസസ്മെന്റ് മീറ്റിംഗ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഫോർ സർവീസസ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ആരുടെ ഡ്യൂട്ടിയാണ്? ഏത് വ്യക്തിയുടെ ഡ്യൂട്ടിയാണ്? ഇവിടെയാണ് നിങ്ങൾക്ക് മാറിപ്പോകുന്നു എന്നൊക്കെ പറയുന്നത് അല്ലെ, കൺഫ്യൂഷനൊക്കെ. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ. സിക്സ്ത് അല്ലേ ഇനി നെക്സ്റ്റ് വരുന്നത്? Yes, ma'am. Yes, ma'am. Write the full form of MRD. Write the full form of MRD. കഴിഞ്ഞില്ലേ? സെവൻത് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിരിക്കാം. സെവൻത് ക്വസ്റ്റ്യൻ ഫില്ല് ചെയ്യാനാണ് കേട്ടോ. ഡാഷ് ഈസ് എ പ്രൊഫഷണൽ ഹു സ്പെഷ്യലൈസ്ഡ് ഇൻ ഹെൽപ്പിംഗ് പീപ്പിൾ ഹു ആർ റിക്കവറിംഗ് ഫ്രം ഡിസീസ് ഓർ ഡിസബിലിറ്റി. ഒന്നുകൂടി പറയാം. ഡാഷ് ഈസ് എ പ്രൊഫഷണൽ who specialized in helping people who are recovering from disease or disability. എഴുതി മേഡം.
Then 8th question. Write the full form of ECG. ECG. Write the full form of ECG. മാം ക്വസ്റ്റ്യൻസ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം മാം, അത് ഇടയ്ക്ക് ഒരു കോള് വന്നപ്പോ. Okay, write the full form of ECG. ECG. അല്ല മാം, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻസ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? 7th ആണോ? ഫസ്റ്റ് മുതലുള്ള ക്വസ്റ്റ്യൻസ് വേണം മാം, അത് ഇടയ്ക്ക് കോള് വന്നപ്പോ കട്ടായി പോയി. Okay, ഒന്നുകൂടി പറയാം. First question, a room in a hospital where beds are arranged for many people. Then second question, any three purpose of hospital ward. ഏതെങ്കിലും 3 ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എഴുതുക ഹോസ്പിറ്റൽ വാർഡിന്റെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ophthalmology is the study of. ophthalmology ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? Then നാലാമത്തെ ക്വസ്റ്റ്യൻ, pantry, day room, trolley bay. Identify which component. പാൻട്രിയും ഡേ റൂമും ട്രോളി ബേ ഇതെല്ലാം ഏത് കോമ്പോണന്റിലാണ് ഉൾപ്പെടുന്നത്? ഫിഫ്ത് പോയിന്റ്, കസ്റ്റമർ നീഡ്സ് അസസ്മെന്റ് മീറ്റിംഗ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഫോർ സർവീസ് ഇവാലുവേഷൻ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഈസ് ദ ഡ്യൂട്ടി ഓഫ്. ആരുടെ ഡ്യൂട്ടി ആണെന്ന് ഈ കാര്യങ്ങളൊക്കെ? കസ്റ്റമർ നീഡ് അസസ്മെന്റ്, മീറ്റിംഗ് ക്വാളിറ്റി, ഫോർ സർവീസ് ഇവാലുവേഷൻ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. Then 6th point, MRD. ഫുൾ ഫോം എഴുതാനാണ് MRDയുടെ ഫുൾ ഫോം. ഇനി നെക്സ്റ്റ് പറഞ്ഞോട്ടെ, 9th. ഓക്കെ 9th ECGയുടെ വരെയുള്ള നമ്മൾ എഴുതിയത്. ഇനി 9th ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക കേട്ടോ. They work with doctors, nurses, hospital, pharmaceutical companies. Identify the person. They work with doctor, nurse, hospital, pharmaceutical companies. Identify the person. അയ്യോ മാം ഒന്നുകൂടെ പറയാവോ? കേട്ടില്ല. 8th ആണോ? 9th. Okay. They work with doctor, nurse, hospital, pharmaceutical companies. Identify the person. Clear ആയോ? They work with doctors, nurse, hospital, pharmaceutical companies. Identify the person. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ് ഇട്ടത്. ഒറ്റയടിക്ക് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നുള്ളത്. അങ്ങനെ പറഞ്ഞ നന്നായി. അങ്ങനെ പറഞ്ഞപ്പോ പെട്ടെന്ന് കിട്ടിയല്ല ആൻസർ. ഓക്കെ. Then last question കേട്ടോ. ലാസ്റ്റ് വൺ നോക്കാം. ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. സ്റ്റഡി ഓഫ് ക്യാൻസർ ഈസ് നോൺ ആസ്. ക്യാൻസറിനെ സംബന്ധിക്കുന്ന പഠനം അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റിന് പറയുന്ന പേരെന്ത്? ക്യാൻസർ ഡിപ്പാർട്ട്മെന്റിന് പറയുന്ന. ആരും ആൻസർ വിളിച്ച് പറയല്ല കേട്ടാ, എഴുതിയാൽ മാത്രം മതി കേട്ടോ. ആവേശത്തിൽ പെട്ടെന്ന് ആൻസർ ഒക്കെ പറയുക, എഴുതിയാൽ മാത്രം മതി. മേഡം ഞാൻ ഒന്ന് മാത്രം എഴുതിയില്ല മേഡം, ഞാൻ മറന്നുപോയി. എഴുതിയോ? ഞാൻ 9 മാത്രം എഴുതിയില്ല, 9ാമത്. ബാക്കി ശരിയാണോ നോക്കണം. 9ാമത്തെ എഴുതില്ല. 9ാമത്തെ അല്ലേ കഴിഞ്ഞ ക്ലാസ് എന്ന് പറഞ്ഞപ്പോലെ ചില ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ആൻസർ കിട്ടി. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കോ? ഓക്കെ.
കഴിഞ്ഞില്ലേ എല്ലാവരുടെ 10 ക്വസ്റ്റ്യനും കഴിഞ്ഞു? ആൻസർ എഴുതി? കഴിഞ്ഞു. ഓക്കെ. വിനോയ് എന്ത് തോന്നി? ഓപ്ഷൻ വേണോ എന്ന് തോന്നിയായിരുന്നാ? ഓപ്ഷൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, നമ്മൾക്ക് കേട്ട ക്ലാസ് അല്ലേ, നമ്മളുടെ മൈൻഡിൽ ഉണ്ട് ആ ക്ലാസ് അല്ലേ? അങ്ങനെ ഉണ്ട് എന്നുള്ളവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഒട്ടും വായിക്കാതെ നമുക്ക് ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റില്ല അല്ലെ? നമുക്ക് ആൻസർ പറയാം. ടീച്ചർ ആൻസർ വായിക്കാം. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ വായിക്കുമ്പോ നിങ്ങളുടെ ബുക്കിൽ കറക്റ്റ് ആയിട്ട് ശരിയാണെങ്കിൽ ഒരു ടിക്ക് ചെയ്യുക, ഒരു 1 മാർക്ക് സൈഡിൽ ഇടാം. സത്യസന്ധമായിട്ട് വേണം. എന്താണ്? ക്വസ്റ്റ്യൻ വായിക്കാം, അതിന്റെ ആൻസർ പറയാം. സത്യസന്ധമായിട്ട് വേണം ടിക്ക് ചെയ്യുക, ശരി ഇടാം കേട്ടോ. തെറ്റി വെട്ടിക്കൊണ്ട് ആൻസർ ഒന്നും എഴുതരുത് കേട്ടോ ആരും. അവരോട് തന്നെ വിശ്വാസം വേണേ. ഓക്കെ. ബിനോയ് പേപ്പറൊക്കെ ഞങ്ങളെ കാണിച്ചു തരുന്നതാണോ സത്യസന്ധത? വീഡിയോ ഒന്നും ഉണ്ടാക്കേണ്ട കുഴപ്പമില്ല, നിങ്ങൾക്ക് സ്വയം വിശ്വാസം മതിയല്ലോ. ഓക്കെ, അപ്പൊ ആൻസർ വായിക്കാം, നമ്മുടെ ടൈം പോകുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എ റൂം ഇൻ എ ഹോസ്പിറ്റൽ വേർ ബെഡ്സ് ആർ അറേഞ്ച്ഡ് ഫോർ മെനി പീപ്പിൾ. എന്തായിരുന്നു ആൻസർ? വാർഡ്. വാർഡില് അത് എഴുതാത്തവർക്ക് ഞാൻ 100 വട്ടം ഇമ്പോസിഷൻ തരാം. മതിയാ? വാർഡില്. സെക്കൻഡ്. അപ്പൊ അത് ശരിയായവരാണെങ്കിൽ ടിക്ക് ചെയ്യുക, സൈഡിൽ ഒരു 1 മാർക്ക് ഇടാം കേട്ടോ. പെട്ടെന്ന് ആവട്ടെ കേട്ടോ. നെക്സ്റ്റ് 3 പർപ്പസ്. ഏതെങ്കിലും 3 പർപ്പസ് ശരിയായിട്ടുള്ളത് എഴുതിയിട്ടുണ്ടെങ്കിൽ ടിക്ക് ചെയ്യാം. ഞാൻ പർപ്പസുകൾ വായിക്കാം കേട്ടോ. ടീച്ചിങ്, റിസർച്ച്, പ്രൊമോട്ടിംഗ്. ഞാനത് വായിക്കാം. ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, പ്രൊമോട്ടിംഗ് ഹെൽത്ത്, ടീച്ചിങ്, റിസർച്ച്, റെൻഡർ പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു പേഷ്യന്റ്, പ്രൊവൈഡ്. എന്താണ് പറഞ്ഞോളൂ? പറഞ്ഞോ മാം. ബിനോയ് മ്യൂട്ട് ചെയ്യാൻ. ഒന്ന് നിങ്ങൾ ഒരുമിച്ചൊന്ന് പറയല്ലേ? നിങ്ങൾ ആൻസർ നോക്കാം. നിങ്ങൾ ഏതെങ്കിലും 3 പോയിന്റ് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടിക്ക് ചെയ്യുക, 1 മാർക്ക് കൊടുക്കുക കേട്ടോ. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒപ്താൽമോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ഐസ്. കണ്ണിനെ പറ്റിയുള്ള പഠനം. ഓക്കെ, ടിക്ക് ചെയ്യുക, മാർക്ക് കൊടുക്കുക. Then fourth question. Pantry, day room, trolley way. എവിടെയാണ് കാണുന്നത്? ശരിയാണെങ്കിൽ ടിക്ക് ചെയ്യുക, മാർക്ക് കൊടുക്കുക. Fifth question. Customer need assessment, meeting quality standard for service evaluation. Customer satisfaction is the duty of. ആരുടെ ഡ്യൂട്ടിയാണ്? സെക്രട്ടറി. നിങ്ങൾ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. മ്യൂട്ട് ചെയ്തിട്ട് കറക്റ്റ് പ്രോപ്പർ ആൻസർ ആണോ എന്ന് കേട്ട് അത് നോക്കാം, സൈഡിൽ ടിക്ക് ചെയ്യാം കേട്ടോ. Then MRD, medical മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ടിക്ക് ചെയ്യാം കേട്ടോ. Next question. Dash is a professional who specialized in helping people who are recovering from disease or disability. Floor manager. Patient care. Patient relation officer. Executive. Patient care executive ആണ് കേട്ടോ. 7th ആൻസർ. ഇനി 8th ECG, electrocardiogram. Then 9th question. They work with doctor, nurse, pharmaceutical companies. ആരായിരുന്നു? Patient relation officer. ഇന്നലെ എടുത്ത ക്ലാസ് അല്ലേ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലൊക്കെ? അയ്യോ, ഈ PRO തന്നെയല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കാണുന്ന PRO എന്ന് പറഞ്ഞ് പോസ്റ്റിൽ ഇരിക്കുന്നവര്? അതോ ഇത് വേറെയാണോ? നമ്മൾ പറഞ്ഞില്ല, പബ്ലിക്കിന്റെയാണ്. PRO എന്ന് പറഞ്ഞ 2 ടൈപ്പ് ഉണ്ട്. പബ്ലിക് റിലേഷൻ ഉണ്ട്, ഇത് പേഷ്യന്റ് റിലേഷൻ ആണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. മാഡം, ഈ 7th ആൻസർ ഫ്ലോർ മാനേജർ ഏത് ശരിയാണോ? ഏതായിരുന്നു? 7th ഫ്ലോർ മാനേജർ എഴുതിയാലോ? 7th patient care executive. ഫ്ലോർ മാനേജർ ശരി. വാർഡ് ക്ലർക്ക് എഴുതിയാലോ? ഏതാണ്? എത്രാമത്തായിരുന്നു?
ഫിഫ്ത്ത് അല്ലേടാ? വാർഡ് സെക്രട്ടറി. പകരം വാർഡ് വാർഡ് സെക്രട്ടറി ഓർ ക്ലർക്ക് കേട്ടോ. ഓക്കെ. ദെൻ നമ്മൾ അവിടെ വരെ പറഞ്ഞു, 8th വരെ 9th വരെ പറഞ്ഞില്ലേ? 9th വരെ പറഞ്ഞു. ഓക്കെ. 10th ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്റ്റഡി ഓഫ് ക്യാൻസർ. സ്റ്റഡി ഓഫ് ക്യാൻസർ. സ്റ്റഡി ഓഫ് ക്യാൻസർ ഓങ്കോളജി. ഓങ്കോളജി. ഓക്കെ. എല്ലാത്തിന്റെ ആൻസർ ഒക്കെ ആയില്ലേ? ഇനി എല്ലാവരുടെ മാർക്കൊക്കെ ഒന്ന് സ്വയം ഒന്ന് വേഗം ഒന്ന് പെട്ടെന്ന് കൂട്ടി ഒന്ന് എഴുതിയിട്ടേ. മാഡം എനിക്ക് 8 മാഡം. അപ്പൊ ബിനോയ്ക്ക് പൊസിഷൻ തരട്ടെ? എനിക്ക് 10-9. എനിക്ക് കളിച്ചിട്ടുണ്ടോ അധികം പറഞ്ഞൊക്കെ? ശരിയായോ? 10 out of 9. കുഴപ്പമില്ല കേട്ടോ. പിന്നെ മാഡം 8 നമ്മൾക്ക് മാഡം. ഓരോ ക്ലാസ്സിലും ഇതുപോലെ നമുക്ക് എക്സാം ഒക്കെ ഇടാനോ കുഴപ്പമില്ലല്ലോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മാഡം 8 മാർക്ക് 2 തെറ്റിപ്പോയി മാഡം. എനിക്കറിയായിരുന്നു 9th. മാറിപ്പോയി അല്ലേ? അതെന്താണ് മാറിപ്പോയത്? മൈൻഡിൽ ഇരിക്കാത്തോണ്ടാ മാറിപ്പോകുന്നത് അല്ലേ? എല്ലാവരുടെ 9th ഇന്നലെ എന്ന് പറഞ്ഞുകൊണ്ട് 9th ആൻസർ കിട്ടി. അതുകൊണ്ട് 10 out of 10 കിട്ടി. കുഴപ്പമില്ല കേട്ടോ. മാർക്ക് കുറഞ്ഞതിലൊന്ന് വിഷമിക്കൊന്നും വേണ്ട. നമ്മൾ ഫസ്റ്റിൽ ഇട്ടത് അല്ലേ? അപ്പൊ നമ്മൾക്ക് കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളൊക്കെ ചില ചാപ്റ്റർ ഒക്കെ കഴിഞ്ഞല്ലോ അല്ലേ? അപ്പൊ കഴിഞ്ഞ ചാപ്റ്ററിന്റെ എക്സാം ഇടണ്ടേ ഇതുപോലെ ഒന്ന് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയാട്ടോ, നേരത്തെ നിങ്ങൾക്ക് ടൈം പറയാ, ഏത് ദിവസമാണെന്നൊക്കെ പറയാട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇത്രയുള്ള നമ്മുടെ ടൈം ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോ എല്ലാവരും ഇത്രയും ഈ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങിയില്ലേ, അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് വായിച്ചിട്ട് വരണം കേട്ടോ. എക്സാം ഇട്ടത് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഓക്കെ മാം, താങ്ക് യു. നല്ലതാണ് അല്ലേ? ഇത് സ്വയം ശ്രദ്ധിച്ചോളാം. അവരോട് തന്നെ പഠിച്ചോ ഒരു ബോധ്യം വന്നില്ല ഇപ്പൊ? യെസ് മാം. ഓക്കെ. താങ്ക് യു ഓൾ. താങ്ക് യു. മാഡം 8 ആയിപ്പോയി മാഡം. എനിക്ക് അറിയായിരുന്നില്ല. താങ്ക് യു മാം. ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്കാണല്ലോ. 10ന് 10 കുറെ പേർക്കുണ്ടല്ലോ. എനിക്ക് 2 തെറ്റിപ്പോയി. 9ാമത്തതും 6ാമത്തതും. കുഴപ്പമില്ല പിന്നെ നെക്സ്റ്റ് ടൈം നോക്കിയാൽ. ഞാൻ പഠിച്ചതാണ് ഇന്നലെ. ആ 9ാമത്തെ അറിയായിരുന്നു, പക്ഷെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് പബ്ലിക് റിലേഷൻ ഓഫീസർ എന്നും പറഞ്ഞ് PR